വൈൽഡ് കാർഡുകൾ നാളെ വരുമെന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഉറക്കം നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് നമ്മുടെ ഹൗസിലെ പല കണ്ടസ്റ്റൻസും. സ്വാഭാവികമായിട്ടും ഇപ്പം വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഓരോരുത്തരും. ഒരാളോ രണ്ടുപേരോ കാണും പരമാവധി, കൂടുതൽ പേരൊന്നും കാണില്ല എന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഒക്കെ ഇരിക്കുന്നത്. പക്ഷേ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയും പോലെ 6 പേരാണ്, 6 മല്ലന്മാർ. നമ്മളങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കി എന്നൊക്കെ പറയും പോലെ ഇതിപ്പോൾ കേരളത്തിൽ നിന്ന് ഇറക്കിയ 6 മല്ലന്മാർ ബിഗ് ബോസ് വീട്ടിലകത്തേക്ക് കയറി വരികയാണ്. മല്ലത്തിയും ഉണ്ട് കേട്ടോ അതിനകത്ത് 2 പേര്. എന്നാലും നമുക്കൊരു എളുപ്പത്തിന് മല്ലന്മാരെന്ന് തന്നെ പറയാം. സോ എല്ലാവരും ഞെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തരിച്ച് അന്തം വിട്ട് കുന്തം വിഴുങ്ങി പണ്ടാരമായിട്ടാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്. ഓരോരുത്തരായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ സന്തോഷം. സിജോ പോയി, റോക്കി പോയി, സുരേഷ് പോയി, രതീഷ് പോയി, മഹേഷ് പോയി, ഹരീഷ് പോയി, രമേഷ് പോയി, അങ്ങനെ എല്ലാവരും പോയി. വീട്ടിൽ നിന്ന് ഓരോരുത്തരായി പടിയിറങ്ങുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ നമ്മുടെ റാണിയും പോയിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന്, അല്ലേ? ബിഗ് ബോസ് വീടിൻ്റെ റാണിയും പോയി. അങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളിതാ 14 13 അടുത്ത ആഴ്ച ആകുമ്പോൾ പിന്നെ 12 10 ഗബ്രി നോക്കടാ, നമ്മൾ 5 ടോപ്പ് 5 എത്തിയടാ. ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ഒരു കയ്യിൽ നീ, ഒരു കയ്യിൽ ഞാൻ. അപ്പോൾ അപ്പുറത്തിരുന്നിട്ട് നമ്മുടെ അൻസിബയും ഋഷിയും ഇടാ മുടിയാ, നമ്മളിതാ ടോപ്പ് 5 പോവാണ്. മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ആഴ്ച ജാസ്മിനും ഗബ്രിയും പുറത്താവും. ലാലേട്ടൻ്റെ അടുത്തുനിന്ന് കുറെ കിട്ടിയതാണല്ലോ. ജിൻഡോക്കാക്ക് ആരെങ്കിലും ഇടിച്ചിട്ട് പൊക്കോളടി, അങ്ങേരും പോവും. അപ്പം അങ്ങേരെ ഓട്ടും നമുക്ക് കിട്ടും, റോക്കിയുടെ ഓട്ടും കിട്ടും. ലാസ്റ്റ് ലാലേട്ടൻ്റെ ഒരു കയ്യിൽ നീ, ഒരു കയ്യിൽ ഞാൻ. ആഹാ, അങ്ങനെ സ്വപ്നമൊക്കെ കണ്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ഡെന്നും നെസ്റ്റും ടണലും ഒക്കെ അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് 6 പേര് കയറി വരുന്നു. പടച്ചോനെ പണി പാളിന്നാ തോന്നുന്നേ. അർജുൻ എന്നെക്കാളും ക്യൂട്ട്നെസ് വാരി വിതറാനും 2-3 ഉണ്ടല്ലോ അതിനകത്ത്. അവൻ്റെ ചിരിയും കൊള്ളാം, തേഞ്ഞ്. അപ്പം ജാൻമണി, അപ്പം ഇനി LGBT കാർഡ് നടക്കൂല, അവൻ തന്നെ എന്നെ പൊളിച്ചിട്ട് ആ കാർഡും കൊണ്ടുപോകുന്നാ തോന്നുന്നേ. ആര്? നമ്മുടെ അഭിഷേക് ജയദീപ്. നമ്മുടെ നന്ദനെ കണ്ടതിന് ശേഷമാണ് നമ്മുടെ ജാസ്മിൻ ഒരു കാര്യം മനസ്സിലാവുന്നത്. എടാ ഗബ്രി, ദാ നന്ദനയ്ക്ക് എന്നെക്കാളും വലിയ നാക്കാടാ, ഞാൻ മിക്കവാറും ഷെഡിലാവുമെന്നാണ് തോന്നുന്നത്. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞടേ. അങ്ങനെ സത്യത്തിൽ ബിഗ് ബോസിനകത്ത് ഭയങ്കരമായി അവരെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രികൾ. ഒരു ഡൗട്ടും ഇല്ല. കാരണം അവർ വിചാരിച്ചിരുന്നത് ഇനി അവരൊക്കെ തന്നെയാണ് ഷോ കൊണ്ടുപോകുന്നത്. അവരാണ്. ശരിയായിരുന്നു കേട്ടോ, നമ്മൾ ദോഷം പറയരുത്. അപ്പോൾ ഇനി നമ്മളാണ് കാര്യങ്ങൾ എന്ന് തീരുമാനിച്ച് സ്ട്രോങ് പ്ലെയേഴ്സൊക്കെ പലരും പോയി. അപ്പോൾ എല്ലാവരും ഒരു കംഫർട്ട് സോണൊക്കെ കണ്ടെത്തി അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇമാതിരി വൈൽഡ് കാർഡ് 1ഉം 2ഉം ഒക്കെ അവർ പ്രതീക്ഷ കാണും കേട്ടോ. കാരണം ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ 6 പേര് കയറിയിട്ടില്ല. പിന്നാണോ 4 പേര് ഒന്നിച്ച് കയറിയിട്ടുണ്ടോ? പിന്നല്ലേ 6. അപ്പോൾ സകല കണക്കുകൂട്ടലുകളും തെറ്റി ആകെ ശോകമുഖമായിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ. പലരും പല വാഴയുടെ മൂട്ടിലും അതുപോലെ തന്നെ കോർണർ സോഫകളിലുമൊക്കെ കടന്ന് നിരാശനായി, വിഷണ്ണനായി, ഏകാന്തനായി കിടക്കുകയാണ്. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.